ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 3-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ആരംഭിക്കുന്നത്. വേദാന്തത്തിൻ്റെ മുഴുവൻ താത്പര്യത്തെയും സംഗ്രഹിച്ചിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. നോക്കൂ. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യത് സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തിർഭവാംഭോനിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. എല്ലാ ശ്ലോകത്തിലും എന്ന പോലെ ഇവിടെയും 4-ാമത്തെ പാദം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട്, ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഇതാ ഈ നമസ്കാരത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുക. എങ്ങനെയുള്ള യസ്യൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസതേ സാക്ഷാത് തത്വമസി ഇതി വേദവചസ യഹ ആശ്രിതാൻ ബോധയതി യത് സാക്ഷാത്കരണാത് ഭവാംഭോനിധൗ പുനരാവൃത്തി ന ഭവേത്. യസ്യൈവ സ്ഫുരണം, യാതൊന്നിൻ്റെ സ്ഫുരണം. എങ്ങനെയുള്ള സ്ഫുരണം? സദാത്മകം, സദാത്മകമാണ്. സദാത്മകമായ യാതൊന്നിൻ്റെ സ്ഫുരണം. അസത്കൽപ്പാർത്ഥകം ഭാസത്തെ, അസത്കൽപ്പമായിട്ട് ഭാസിക്കുന്നു. സകല ഉപാധികളെയും ഈ വ്യഷ്ടി ശരീരത്തിലാകട്ടെ സമഷ്ടി ശരീരത്തിലാകട്ടെ സകല ഉപാധികളെയും പ്രവർത്തിപ്പിക്കുന്നത് ഏകമായ ചൈതന്യമാണ്. ആ ഏകമായ ചൈതന്യത്തെയാണ് നമ്മൾ സത്ത്, ചിത്ത്, ആനന്ദമെന്നൊക്കെ പല നാമങ്ങളെക്കൊണ്ട് പല പേരുകളെക്കൊണ്ട് വിവക്ഷിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ പേരില്ല. വാക്കിനതീതമായ പരമസത്യം, അതിനെന്ത് പേരുണ്ടാവാൻ? എങ്കിലും വ്യവഹരിക്കാൻ, അനുസന്ധാനം ചെയ്യാൻ അഥവാ അനുസന്ധാനത്തിന് സഹായകമാകാൻ പല പേരുകളിലൂടെ നമ്മൾ വ്യവഹരിക്കും. അപ്പോഴാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും പല പേരുകൾ പറയുന്നത്. ഇവിടെ സത്ത് എന്ന് പറയുന്നു, സദാത്മകം. സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതെന്തോ അത്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി വിലസുന്ന ഉണ്മയാണ് സത്ത്. അഥവാ എന്തുള്ളതിനാൽ, എന്തിനാൽ എല്ലാം ഉള്ളതായിത്തീരുന്നുവോ, എന്തുള്ളതിനാൽ അഥവാ എന്തിനാൽ എല്ലാം ഉള്ളതായിത്തീരുന്നുവോ ആ ആത്യന്തികമായ അടിസ്ഥാനഭൂതമായ ഉണ്മയാണ് സത്ത്. തസ്യ ഭാസാ സർവമിദം വിഭാതി എന്ന് ഉപനിഷത്ത് പറയും. അതിൻ്റെ ഉണ്മയാൽ, അതിൻ്റെ പ്രകാശത്താൽ മറ്റെല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന്. എന്തെന്തുണ്ടെന്ന് പറയപ്പെടുന്നു അതിൻ്റെ മുഴുവൻ പിന്നിൽ അധിഷ്ഠാനഭൂതമായ ഉണ്മയാണ്. അതാണ് സത്ത്. സത്തിനെ തന്നെയാണ് നമുക്ക് ചിത്തെന്നും ആനന്ദമെന്നും ഒക്കെ പറയാൻ കഴിയുക. ഉണ്മ എന്നുള്ള ഭാവം നിരൂപണം ചെയ്തിട്ടാണ് സത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ജ്ഞാനമെന്ന ഭാവത്തെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ചിത്തെന്ന് പറയും. അതിൻ്റെ തന്നെ സുഖമെന്ന ഭാവത്തെ നിരൂപണം ചെയ്യുമ്പോൾ ആനന്ദമെന്ന് പറയും. അത്രയേ ഉള്ളൂ. ഈ സദാത്മകമായതിൻ്റെ സത്തിൻ്റെ സ്ഫുരണമാണെല്ലാം. വ്യഷ്ടി ശരീരത്തിൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളാവട്ടെ, ഇനി വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങളാവട്ടെ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെയുള്ള അന്ധകരണങ്ങളാവട്ടെ, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ശരീരത്തിലെ സകല അംഗപ്രത്യംഗങ്ങളുമാകട്ടെ,
ഈ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളാവട്ടെ, അവയവങ്ങളാവട്ടെ, എന്തുണ്ടെങ്കിലെല്ലാം പ്രചലിക്കും, എന്തുണ്ടെങ്കിലെല്ലാം ചൈതന്യവത്തായിരിക്കും, എന്തില്ലെങ്കിൽ എല്ലാം ജഡമാണ്. അപ്പോൾ യാതൊന്നിൻ്റെ സ്ഫുരണമാണ് കണ്ണിലൂടെ, യാതൊന്നിൻ്റെ സ്ഫുരണമാണ് മൂക്കിലൂടെ, യാതൊന്നിൻ്റെ സ്ഫുരണമാണ് ചെവിയിലൂടെ. ഇതാണ് വ്യഷ്ടിയെ സംബന്ധിച്ച്. അപ്പം നമ്മുടെ കരണങ്ങളുടെ വ്യാപാരത്തെ നോക്കിക്കഴിഞ്ഞാൽ അവയെ പ്രചോദിപ്പിക്കുന്ന, അവയെ പ്രവർത്തിപ്പിക്കുന്ന, അവയിൽ നിന്ന് ഭിന്നമായ ചൈതന്യ സ്വരൂപത്തെ നമുക്ക് അനുസന്ധാനം ചെയ്യാം. ഉപനിഷത്തുക്കളിൽ ആ അനുസന്ധാനം നമ്മൾ സർവത്ര കാണും. കേനേഷിതം പതതി പ്രേഷിതം മനഃ തുടങ്ങിയ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നതാണ്. ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നത്? കണ്ണും ചെവിയും മൂക്കും നാക്കും ത്വക്കും ഒക്കെ ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഇതുപോലെ തന്നെയാണ് സമഷ്ടിയിലും. സമഷ്ടിയിൽ സൂര്യൻ, അഗ്നി, വായു തുടങ്ങി സകല ദേവന്മാരും സകല ചൈതന്യ സ്രോതസ്സുകളും എന്തിനാലാണ് ചൈതന്യവത്താക്കപ്പെടുന്നത്? രണ്ടിൻ്റെയും മറുപടിയാണ് യസ്യൈവ സ്ഫുരണം, യാതൊന്നിൻ്റെ സ്ഫുരണം. ആ സ്ഫുരണത്തിന് കാരണമോ സദാത്മകമാണ്. ഇപ്പം യാതൊരു സദാത്മകമായ സത്യത്തിൻ്റെ സ്ഫുരണമാണോ ഈ കാണാകുന്നതെല്ലാം? ഈ കാണാകുന്നതെല്ലാം എങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് നമുക്ക് തുടർന്ന് ചിന്തിക്കേണ്ടത്.